ഹലോ, ഇന്നിതാ പനീർ ബിരിയാണി ആയിട്ടോ ഐറ്റം. അപ്പോൾ അതിനായിട്ട് ടെസ്റ്ററെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടേ. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് പനീർ പീസസ് എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് ഈ പനീറിൻ്റെ പീസസ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാമേ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം ഒരു കടായി വയ്ക്കാം. കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യമായിട്ടുള്ള കുറച്ച് സവോള ഫ്രൈ ചെയ്ത് മാറ്റുക. എന്നിട്ട് അതേ എണ്ണയിലേക്ക് 2 സവോള കട്ട് ചെയ്തിട്ട് അതൊന്ന് സോട്ടായി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് 2 പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി വേണ്ടി വരുമ്പോഴേക്കും പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ബിരിയാണി മസാല ഇത്രയും കൂടെ ചേർത്ത് നന്നായി വഴണ്ട ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് മെയിനായിട്ടുള്ള ഐറ്റമായിട്ടുള്ള തൈര് ചേർത്തിട്ടുണ്ട്. കട്ട തൈരാണ്. ഒരു വലിയ തവി ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് മൂടി തുറന്ന് അതിലേക്ക് പനീർ ഫ്രൈ ചെയ്ത് ചേർത്ത് മല്ലിയിലയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വേവിച്ച ചോറ് ചേർത്ത് ഫ്രൈ ചെയ്ത സവാളയും കുറച്ച് മല്ലിയിലയും കുറച്ച് നെയ്യും കൂടെ പുറത്ത് തൂവി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പനീർ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അസാധ്യ ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ കാണാം.